നാസ്ക ലൈനുകൾ മനുഷ്യചരിത്രത്തിലെ അത്ഭുതങ്ങൾക്കും ദുരൂഹതകൾക്കും മീതെ. നമസ്കാരം. ട്രാവലോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ മനുഷ്യചരിത്രത്തിൽ അനന്തമായൊരു ദുരൂഹതകളുടെ ആസ്വാദനത്തിലേക്ക്. മരുഭൂമിയിലെ ഈ അത്ഭുതങ്ങൾ എങ്ങനെ എന്നറിയാം. നമുക്ക് കുറച്ച് പുറകിലേക്ക് പോക്കാം. 1920കളിലെ കാഴ്ച. പൈലറ്റ്മാർ നാസ്ക മരുഭൂമിയിൽ വിമാനങ്ങൾ പറത്തുമ്പോൾ താഴേക്ക് നോക്കിയപ്പോൾ വിചിത്രമായ രൂപങ്ങൾ കണ്ടു. അതാണ് നാസ്ക രേഖകളുടെ ആദ്യമായി കണ്ടെത്തലിന്റെ തുടക്കം. പെറുവിലെ നാസ്ക ലൈനുകൾ പ്രാചീന ലോകത്തിന്റെ ഏറ്റവും വിചിത്രമായ ദുരൂഹതകളിൽ ഒന്നാണ്. മരുഭൂമിയുടെ നിലത്തു കൊത്തിയെടുത്ത ഈ ഭീമൻ ഭൂരേഖകൾ കുരങ്ങന്മാർ, ജേക്കരേഖ മുതലായ വലിയ ജീവികൾ മുതൽ ജ്യാമിതീയ രൂപങ്ങൾ വരെ എല്ലാം കാണിക്കുന്നു. 1000 ചതുരശ്ര കിലോമീറ്ററിൽ അധികം വ്യാപിച്ചു കിടക്കുന്ന ഈ രൂപങ്ങളിലൊന്നൊന്നിന് 1500 വർഷത്തിലേറെ പഴക്കമുണ്ട്. എന്നാൽ ഇവ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? ചിലർ അവയെ നക്ഷത്ര കലണ്ടറുകൾ എന്ന് വിശ്വസിക്കുന്നു. മറ്റു ചിലർ ദേവന്മാരുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട മതപരമായ പൂർണ്ണാർത്ഥനകളാണെന്ന് കരുതുന്നു. ആകാശത്തു നിന്നാണ് മാത്രം കാണാനാകുന്ന ഈ രേഖകളുടെ വിസ്താരം, കൃത്യത, ഇതിൽ നിന്നുമുള്ള നാസ്ക ജനതയുടെ നിപുണതയെ നമുക്ക് ഓർക്കുന്നു. നമ്മുടെ ഭൂപ്രകൃതിയെക്കുറിച്ചും നമ്മുടെ എല്ലാം പൂർവികരായ മനുഷ്യരായ പാതയെക്കുറിച്ചും എത്രയെത്ര നമുക്ക് പഠിക്കാനുണ്ടെന്ന് ഇത് ഓർമ്മപ്പെടുത്തുന്നു. ഈ രേഖകൾ ഇപ്പോഴത്തെ പെറുവിലുള്ള ഒരു പ്രാചീന സംസ്കാരം ആയ നാസ്ക നാഗരികതയുടെ സൃഷ്ടിയാണ്. വിദഗ്ധർ ഇവ 500 BC മുതൽ 500 AD വരെ ഉള്ള കാലത്ത് നിർമ്മിതമായതായി വിശ്വസിക്കുന്നു. എന്നാൽ ഇവ എന്തിന് സൃഷ്ടിക്കപ്പെട്ടുവെന്ന്, ആരാണ് ഇവ സൃഷ്ടിച്ചത്, അവർ ആരെ ആശയവിനിമയം ചെയ്യാൻ ശ്രമിച്ചിരിക്കാം? ഈ രേഖകളുടെ രൂപകൽപ്പന അത്ഭുതകരമാണ്. ഭീമൻ ജീവജാലങ്ങൾ, മനുഷ്യരൂപങ്ങൾ, ജ്യാമിതീയ രൂപങ്ങൾ എന്നിവയാണ് ഇവയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ചിലത് 1200 അടി നീളമുണ്ട്. എന്നാൽ ഇവയിൽ സത്യമായിട്ടുള്ള രഹസ്യങ്ങൾ ഇനിയും കണ്ടെത്തിയിട്ടില്ല. ഈ രൂപങ്ങളുടെ പ്രത്യേകത ഞങ്ങളോട് എങ്ങനെയാണ് അവ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് സംശയത്തിലാക്കുന്നു. പ്രാചീന നാസ്ക ജനങ്ങൾ ഇത് സൃഷ്ടിക്കാൻ ലഘുവായ ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചുവെന്ന് കരുതപ്പെടുന്നു. പക്ഷേ അത് സത്യമായിരിക്കുമോ? നാസ്ക രേഖകൾക്ക് ചുറ്റുമുള്ള പല തിയറികൾ ഉണ്ട്. ചിലർ അവയെ ഒരു പവിത്രമായ സ്ഥലത്തെത്തുന്ന വഴി എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർ അത് മതപരമായ ചടങ്ങുകൾക്കായി ഉപയോഗിച്ചെന്ന് കരുതുന്നു. ചിലർ ഇതെല്ലാം വിട്ടുമാറി ഒരു അപരിചിത ചിന്തയിലേക്കും പോകുന്നു. ഇവ എലിയൻസിന്റെ സന്ദേശങ്ങളായിരിക്കാമോ? അതെ, ഈ തരത്തിലുള്ള ദുരൂഹതകൾ നമ്മുടെ എല്ലാ ആശയങ്ങൾക്കും വിസ്മയമേകുന്നുവല്ലോ. നമുക്ക് ഒന്നും ഉറപ്പിച്ച് പറയാൻ തെളിവുകൾ ഇല്ലെങ്കിലും ഒന്നും നിഷേധിക്കാനാകില്ല. നാസ്ക രേഖകൾ വെറും വരകൾ അല്ല, അവ മനുഷ്യ ചരിത്രത്തിലെ ഒരു അധ്യായമാണ്, നമ്മളിൽ നിന്ന് മറച്ചുപിടിച്ച ഒരു ചിഹ്നം. ഇന്നും ഈ അപരിചിത കഥകൾ നമ്മെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. എന്തായാലും ഈ പ്രാചീന അത്ഭുതം നിങ്ങളെ വാക്കുകൾക്കപ്പുറം ഒരു അനുഭവത്തിലേക്ക് നയിക്കും എന്നിങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. നാസ്ക രേഖകൾ പ്രചോദനമോ ഒരു ദുരൂഹതയോ ആയാലും അവ നിങ്ങളിൽ ചിന്തയുടെ തുടക്കമുണ്ടാകട്ടെ. ഈ യാത്രയിൽ പങ്കുചേർന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. ഞാൻ ആരും കണ്ടെത്താനാവാത്ത കുറച്ചു കൂടുതൽ രഹസ്യങ്ങൾ പങ്കുവയ്ക്കാൻ കൂടുതൽ അവസരങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ആവിഷ്കാരങ്ങളെയും ഇതിന്റെ പിറകിലെ രഹസ്യങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.